രാജ്യത്തിന്റെ ഉയർന്ന ബഹുമതിയായ പത്മശ്രീക്കൊപ്പം മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രിയുടെ പ്രശംസ കൂടി നേടിയെടുത്തിരിക്കുകയാണ് പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ. എന്നാൽ വന്നുചേർന്ന സൗഭാഗ്യങ്ങളിലൊന്നും മതിമറക്കാതെ കാടിന്റെയും നാട്ടുവൈദ്യത്തിന്റെയും നിലനിൽപ്പിനെ പറ്റിയുള്ള ആശങ്കയിലാണ് ഈ വനമുത്തശ്ശി. 80ാം പിറന്നാളിലേക്ക് അടുക്കുമ്പോൾ നാട്ടുവൈദ്യത്തിന് ഒരു ഗവേഷണ മ്യൂസിയം എന്ന ആവശ്യമാണ് വനമുത്തശ്ശിക്ക് സർക്കാരിന് മുന്നിൽ വയ്ക്കാനുള്ളത്. കൂനി 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 നിന്നു നടുകുനിയണ പെണ്ണാളെ, കണ്ടു 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 നിന്നൻ കണ്ണു കുയണു കണ്ണാളെ. ഏറെ നേരമായി കുടയും ചൂടി ഞാൻ വരമ്പു നീളെ നടക്കണ്, ഏണി കുത്തിയ മുണ്ടിങ്കോന്തല താറ്റിക്കെട്ടടി പെണ്ണാളെ. കണ്ട ഈ ഇല നുള്ളണം, ഇത് വടക്കോട്ട് തുമ്പ് തിരിഞ്ഞിരിക്കുകയാണ് ഇത്. അതുപോലെ ഇനിയൊരു ചെടിയിൽ നിന്ന് അതുപോലെ വടക്ക് ദിക്കിലേക്ക് ഇരിക്കുന്ന ഇല എടുക്കണം. 6 മരത്തിൽ നിന്ന് 6 എണ്ണം എടുക്കണം. പിന്നെ ഇതിൻ്റെ ഇലയും അതുപോലെ 4-5 എണ്ണം എടുത്ത് അതൊക്കെ നോക്കണ്ട, എടുത്താൽ മതി. ചവച്ച് തിന്ന് നോക്കും, നിന്റെ നീർക്കെട്ടും നെഞ്ചുവിന് ഇട പോകും. കല്ലാറിലെ കാട്ടുപാതകൾക്ക് പരിചിതമാണ് ഈ കാലുകൾ. കാട്ടുചെടികൾ കാലിൽ മുത്തമിടുമ്പോൾ അവരെ പേര് ചൊല്ലി വിളിക്കും, ഗുണങ്ങൾ പറയും. അവരെയും കൂട്ടി മൊട്ടമൂട് കുന്നിലെത്തും. ലക്ഷ്മിക്കുട്ടി അമ്മയെന്ന വനമുത്തശ്ശിയുടെ കുടിലിവിടെയാണ്. പത്തിലറയ പുത്തരി കണ്ടം ഞാറു നട്ടു നീക്കടി, കൂലിയൊരിയരി കൂട്ടി തന്നിടാം നിറച്ചു മൊന്തടി പയങ്കഞ്ഞി. ഞാൻ അവിടെയാണ് ജനിച്ച ചക്കര തറവാട്. ഭയങ്കര ആഡംബരത്തോട് ജീവിച്ചതാ. അപ്പോൾ മൂട്ടുകാണി ഇവിടുത്തെ. അപ്പോൾ പിന്നെ അമ്മമ്മയൊക്കെ വെട്ടിപ്പിടിച്ച് വന്ന് ഇവിടെ കൂടിയായത്. ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ അന്ന് അങ്ങനെ ഇവർ ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി കൊട്ടാരത്തിലൊക്കെ ചെന്ന് പറഞ്ഞ് അങ്ങനെ സ്കൂൾ ഉണ്ടാക്കാനുള്ള അനുമതിയൊക്കെ കിട്ടി വാങ്ങിച്ച് നിലത്താണ് എഴുതി പഠിച്ചത്. കുതിരച്ചാണകവും മൂത്രമൊക്കെ വാരി മാറ്റി കഴുകി ആറ്റുവെള്ളം ഒക്കെ കൊണ്ട് കഴുകി മണൽ വിരിച്ചിട്ടാണ് ആദ്യം ഹരിശ്രീ കുറിച്ചത്. 2ാം ക്ലാസ്സിലായപ്പം സർക്കാർ ഏറ്റെടുത്ത്. പിന്നീട് അധ്യാപകർ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീട് തീർക്കുന്നതിനും വരെ നമുക്ക് പറഞ്ഞു തരാം. 8ാം ക്ലാസ്സിൽ തോറ്റ്. എന്താ ഒത്തിരി പേരെ മാർക്ക് പറഞ്ഞപ്പോൾ തോറ്റ്. ആറ്റുകല്ലെടുക്കും നമ്മൾ വിഷചികിത്സയ്ക്ക് എൻ്റെ അമ്മാച്ചൻ ചെയ്യും, അണ്ണനും ചെയ്യുമായിരുന്നു. വിഷാരിയാണ് മൂപ്പിലെൻ്റെ സ്വഭാവം. അമ്മയുടെ നേരെ ഇളയ സഹോദരൻ വില്യാങ്കാണി എന്ന് പറയും. മർമാണിയാണ്. കളരിപ്പയറ്ററിയാം, കൈയൊടിഞ്ഞാലും കാലൊടിച്ചാലും മൂപ്പിലെ തടവി ഇട്ടോളും, അതൊക്കെ അറിയാം. പക്ഷേ പെണ്ണുങ്ങൾക്ക് പഠിച്ചുകൂടാ. പെണ്ണുങ്ങൾ വിദ്യ പഠിച്ചാൽ അങ്ങ് പോയി ലോകം തിന്നു. എങ്കിലും നീ ആരാവണമെന്ന് തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ആരും പഠിപ്പിക്കണ്ട, അതേ ഉള്ളു മാർക്കം. അങ്ങനെ ഇവിടെ വരുന്നവർക്കൊക്കെ എങ്ങനെ പഠിച്ചു ഇന്നും ചോദിച്ചു വരുത്തി, അമ്മ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഞാൻ പറഞ്ഞു എങ്ങനെ പഠിക്കാം, കാട്ടെരുമയെ നീന്തൽ പഠിപ്പിക്കല്ലേ ആരും. കാട്ടെരുമ കാട്ടിൽ വെള്ളം കണ്ട് അത് നീന്തിക്കോളും. നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടണം ഇവിടെ പല അറിവും. നമ്മൾ മനസ്സൊന്ന് സ്വച്ഛമായി വെച്ചൊന്ന് ചിന്തിച്ചാൽ മതി, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. കനകക്കതിർ വിളയും പാടവും മറന്നേ, കടലേഴും കടന്ന കിളി പറന്നേ, അകലെ കൂട്ടില കിളിയണഞ്ഞേ. നമ്മൾ പിന്നെ അമ്മയും പൊട്ട് വിറ്റൊക്കെ ചെയ്യും. പ്രസവം എടുത്തെടുത്ത് കൊടുക്കാൻ ആയപ്പം പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് പറ്റാം, ഇനി ഇവിടെ വന്നാൽ നോക്കാം. അങ്ങനെ ഇവിടെ 8 പിള്ളേർ പറഞ്ഞ വീടാ ഇത്. അമ്മയുള്ള കാലത്ത് പ്രസവ ആശുപത്രി. ഇപ്പോൾ എൻ്റെ കാലം കൊണ്ടപ്പോൾ വേറെ രോഗത്തിൻ്റെ ആയി വിഷചികിത്സാലയാക്കി. എന്നുവെച്ചാൽ വിഷം ഏറ്റാൽ ചാവൂല എന്നാണ് ധാരണ. ചാവൂല, പേടിച്ചല്ലേ ചാവണ. ഞാൻ പറഞ്ഞു അപ്പോഴിങ്ങനെ തോക്കെടുത്ത് ചൂണ്ടുമ്പോൾ ചാവണ എന്തിന്? പേടിച്ചാണോ ചാവണ? ഏത് ജീവിക്കും. അത് വിഷം സ്ഫടിക വർണ്ണമാണ്. പുറത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേരുമ്പോഴാണ് നീല നിറമാവണം. അങ്ങനെയൊക്കെ ക്ലാസ് എടുത്തിട്ടും എനിക്ക് അവാർഡ് തന്നു വിഷചികിത്സയ്ക്ക്. അവാർഡ് പത്രം, നാട്ടുവൈദ്യരത്നം എന്ന ബഹുമതി പത്രവും സർട്ടിഫിക്കറ്റ്. ധന്വന്തരമൂർത്തിയുടെ വെങ്കല ശില്പമാണ് അന്ന് കിട്ടിയത്. പത്മശ്രീ കിട്ടിയതിന് ശേഷം സ്വൈരക്കടന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ എല്ലാവർക്കും ആർക്കോ കിട്ടാനുള്ള ഞാൻ അപകരിച്ചെടുത്താൻ പറ്റില്ല. ഓരോരുത്തരെ പെരുമാറ്റം, എന്നോട് സംസാരവും. നമ്മളെ കാണുമ്പോൾ ഒരു അവജ്ഞ എന്നുവെച്ചാൽ അസൂയ മൂത്ത് പകയായി. അന്നത്തെ ഊരുമൂപ്പനായിരുന്ന മല്ലങ്കാണി വരെ വന്ന് ഇവിടെ ഇരുന്നിട്ട് എനിക്കും പറഞ്ഞതാണ് പത്മശ്രീ. പോവാൻ പറ്റിയില്ല. ഏയിലയിലെ കൊല്ലം തൊട്ടി തന്തരകമ്മണി കമ്മണി പിടിച്ചവരെ കൈ വിട്ടുകൊള്ളല്ലേ, ഇങ്ങനെയൊക്കെയാണ് മന്ത്രം പറയുമ്പോൾ അത് അടുക്കോട് പറയും ആൾക്കാർ. ഞാൻ ഇതിപ്പം വെറുതെ കാഴ്ചയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് എടുക്കാം. ചാറ്റുപാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് എടുക്കാവില്ല, കൂളി കുത്തും. മന്ത്രം ആവാഹിച്ച് വയ്ക്കണതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രത്യേക രീതിയിൽ
ഇങ്ങനെ പാടും. ഓരോ വരിയുടെ ഓരോ രംഗത്തിൻ്റെ അവതരത്തിൽ ഒരു താളത്തിൽ ഇങ്ങനെ വ്യത്യാസം വരും. എനിക്ക് അത്യാവശ്യം മ്യൂസിയം പണിയാനാണ് അർജൻറ്റ് കാര്യം. പക്ഷേ അതോടൊപ്പം തന്നെ ആശുപത്രി വിപുലീകരിക്കണം. ഇപ്പം വീട്ടിലാണ് രോഗികളെ കിടത്താനും സൗകര്യമില്ല. പിന്നെ ഒരു പഠിക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടും ലൈബ്രറി ഉൾപ്പെടെ കെട്ടാനുണ്ട്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്, വൈദ്യം സംബന്ധിച്ചായാലും എല്ലാം ഉണ്ട്. പുസ്തകങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നത് തെറ്റാണെന്ന് പറഞ്ഞ കാലത്ത് 10 കിലോമീറ്റർ താണ്ടി സ്കൂളിൽ പോയി. സ്ത്രീകൾ വിഷവൈദ്യം ചെയ്താൽ കുലം തന്നെ അറ്റുപോകുമെന്ന് വിശ്വാസമുണ്ടായിരുന്നപ്പോൾ ദിവസവും ചികിത്സിച്ചത് നിരവധി പേരെ. അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ ജീവിതകഥയിലെ ഫ്രെയിമുകൾ ഓടുന്നത് കാലത്തേക്കാൾ മുൻപിലാണ്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം.